സങ്കീർത്തനം 119:11 വചനം പറയും, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. സങ്കീർത്തനം 32:1 മുതലുള്ള വചനം പറയുന്നുണ്ട്, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് പൊറുതിയും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞെന്റെ ശരീരം ക്ഷയിച്ചുപോയി. അതുകൊണ്ട് പാപങ്ങൾ ഏറ്റു പറയാതിരിക്കുമ്പോൾ, ഏറ്റുപറഞ്ഞ് പാപക്ഷമ പാപമോചനം ഈശോമിശിഹായിൽ വാങ്ങിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. ശരീരത്തിന് ബന്ധനം ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും. നിന്റെ ജീവിത സാഹചര്യങ്ങൾ നിന്റെ ഭൗതികമേഖല ക്ഷയിച്ചു പോകും. കാരണം നിന്റെ ഉള്ളിൽ വിഗ്രഹം ഇരിക്കുന്നത് ഈശോ അല്ല. ഈശോ എന്ന് വിളിക്കുന്ന നിന്റെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം പല ആളുകളും പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. അതെനിക്ക് വേറെ വേദനയുണ്ടായി. അതായത് അവർ എൻ്റെ അടുത്ത് പോലും പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ വേണമെന്ന് അവർ പറയാറില്ല, അവർക്ക് അഭിഷേകം വേണമെന്ന് പറയാറില്ല, വിശുദ്ധി വേണമെന്ന് പറയാറില്ല, അവർക്ക് പാപത്തിന് ഒരു അനുതാപം ഉണ്ടാകണമെന്ന് പറയാറില്ല, പാപബോധം ഉണ്ടാകണമെന്ന് പറയാറില്ല. അവർക്ക് വേണ്ടത് പണം, ജോലി, രോഗശാന്തി, വിടുതല്, പിശാചിനെ ഉപേക്ഷിക്കുക. പക്ഷെ അവൻ വേണ്ടതെന്താ? വേണ്ടത് ഈശോയാ. ഈശോയെ വേണ്ടവന് വേറെ. അവിടെയാണ് അങ്ങനെയുള്ളവരാണ്. ഒരച്ഛൻ്റെ അടുത്ത് പോയിട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത മന്ത്രവാദിയുടെ അടുത്ത് വയ്ക്കുക, അടുത്ത അച്ഛൻ്റെ അടുത്ത്, അവിടെ പോയി. ഇവിടെ എല്ലാം ഓട്ടത്തില്ല. കാരണം അവൻ ഈ ഓടേണ്ട ആവശ്യമില്ല. അവൻ ചെയ്യേണ്ടത് അവന്റെ മാനസാന്തരം നന്നായിട്ട് നടന്നു സ്വയം ഒന്ന് പരിശോധിച്ചാൽ മതി. അവന്റെ മാനസാന്തരം, ശരിക്കുള്ള മാനസാന്തരം അവന്റെ ഉള്ളിൽ നടന്നിട്ടുണ്ടോ? ദൈവത്തിനൊന്നാ ഈശോ പറഞ്ഞ പോലെ, ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ വേറൊരു ദൈവം നിങ്ങൾക്കുണ്ടോ? ഞാനല്ലാതെ വേറൊരു ദൈവം നിങ്ങൾക്കുണ്ടോ? വേറെ വിശ്വാസങ്ങളോ വേറെ മതങ്ങളോ അത് വലിയൊരു കാര്യം, അത് വേറെ കാര്യം, അത് വിട്. അതിനപ്പുറത്ത് വേറെ ചില ആരാധന പുരുഷന്മാര്, ആരാധിക്കുന്ന വസ്തുക്കള്, ചില വ്യക്തികൾ, ചില പാപങ്ങൾ, ചില സുഖങ്ങള്, ചില മദ്യക്കുപ്പിയായിരിക്കുവേ, ചില ഡ്രഗ്സ് ആയിരിക്കും, പണമായിരിക്കും, ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും, സൗഹൃദങ്ങളായിരിക്കും. ഇതുള്ളിലിരിക്കുമ്പോൾ ഇവർക്ക് ദൈവത്തെ പ്രാർത്ഥിച്ചാൽ ഫലമൊന്നും ഇല്ലെന്നേ, ഫലമൊന്നും കിട്ടില്ല. അത്ര ഇത് കുറച്ച് തോന്നുന്നു ദൈവമൊന്നും ഇല്ലെന്ന്, ഇത് തോന്നലാണ്, ഇത് വെറുതെ പറയുന്നു. ഇത്രയും പ്രാർത്ഥിച്ചു തന്നെ എനിക്ക് ഇതുവരെ ദൈവാനുഭവം. ഇവർക്ക് ദൈവാനുഭവം കിട്ടാത്തത് നിന്റെ ഉള്ളിലൊരു വിഗ്രഹം ഇരിപ്പുണ്ട്. ആ വിഗ്രഹം നീ തച്ചുടച്ച് കളയാതെ ദൈവാനുഭവം നിനക്കുണ്ടാകില്ല. നിന്റെ ഉള്ളിലൊരു തിന്മ ഇരിക്കുന്നുണ്ട്, ക്രിസ്തുവിന്റെ അനുഭവം ഇതുവരെയായിട്ട് നിനക്ക് വെളിപ്പെടാത്തതിന്റെ കാരണം, ഈശോ നിന്റെ അടുത്ത് വന്നിട്ട് കാണാൻ പറ്റാത്തതിന്റെ കാരണം. ഈശോ അടുത്ത് വരുന്നുണ്ട്. ഈശോ പറഞ്ഞ വചനത്തിന് യാതൊരു മാറ്റവും ഇല്ല. മത്തായി 18:19-20 വചനം പറ, 2-3 പേര് എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ മധ്യേ ഞാൻ സന്നിഹിതനായിരിക്കും എന്ന് പറഞ്ഞ ഈശോ ഓരോ സമയവും ഈശോ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മുറിയിലും അടുത്ത് ഈശോ വന്നിരിപ്പുണ്ട്. പക്ഷെ ഈശോയെ കാണാനും അനുഭവിക്കാനും പറ്റാത്തതിന്റെ കാരണം നിന്റെ കണ്ണിനകത്ത് വലിയൊരു മൂടലുണ്ട്, മൂടല് ബാധിച്ചിട്ടുണ്ട്, തിമിരമുണ്ട്, ഒരു പാപമുണ്ടെന്ന്, അഹങ്കാരമോ സ്വാർത്ഥം, ഇതിന് പ്രതികാരത്തിന് പാരവെപ്പ, സുഹൃത്തിനൊട്ടും അപ്പനൊട്ടും അമ്മയ്ക്കൊട്ടും സഭയ്ക്കൊട്ടും അച്ഛന്മാർക്കൊട്ടും മെത്രന്മാർക്കൊട്ടും എല്ലാം 24 മണിക്ക് പണി കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും നീയെ. അപ്പൊ അത് തന്നെയാണ് നിന്നിലെ വലിയൊരു ബന്ധനം. അതിരിക്കുന്നതുകൊണ്ട് നിനക്ക് കർത്താവ് അടുത്തവരെ കാണാൻ പറ്റത്തില്ല, കർത്താവിന്റെ സ്നേഹം കാണാൻ പറ്റത്തില്ല, അനുഭവിക്കാൻ പറ്റും. നമുക്കറിയാം, 2 പടയാളികള് ഈശോയുടെ കല്ലറയ്ക്ക് കാവൽ നിന്നിരുന്നു. അവരെ കാവൽ നിർത്തി അവരൊരു ഭൂകമ്പം ഉണ്ടാകുന്നൊക്കെ കണ്ടോന്നല്ലാതെ അവിടെ ഈശോ വന്നതും പോയതും ഈശോയുടെ ഉത്ഥാനമൊന്നും അവർക്ക് കാണാൻ പറ്റിയില്ല. ഏറ്റവും അടുത്താ നിന്നത് കല്ലറയിലും, അതായത് ഉത്ഥാനത്തിന്റെ കല്ലറയുടെ മുമ്പിൽ നിന്ന 2 പടയാളികൾ, അവർക്കിത് കാണാൻ പറ്റിയില്ല. അനുഭവം അതാണ്. അതിന് കാണുന്നത് ഹൃദയശുദ്ധതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നേരെ അടുത്തു പോയിരുന്നാലും അല്ല, കല്ലറയുടെ മുന്നിൽ നിന്നവന് കാണാൻ കടച്ചിൽ അവനവിടെ നിൽക്കുന്നത് വേറെ ചിന്തയുണ്ട്, പാപകരമായ ചിന്ത കൊണ്ട്, നശിപ്പിക്കാനുള്ള ചിന്ത കൊണ്ട്, സുവിശേഷത്തെ ഇല്ലാതാക്കാനുള്ള ചിന്ത കൊണ്ട്, ഈശോയെ നശിപ്പിക്കാനുള്ള ചിന്ത കൊണ്ട് അവൻ അവിടെ നിൽക്കുന്നു. 2 പട, അതുകൊണ്ട് അവർക്കത് കാണാൻ പറ്റുന്നില്ല. പക്ഷേ പത്രോസിനും യാക്കോബിനും യോഹന്നാനും അല്ലെങ്കിൽ മഗ്ദല മറിയത്തിനും ആദ്യ സഭയ്ക്ക് മുഴുവനും അവനെ കാണാൻ പറ്റി. അതാണല്ലോ ഹെബ്രായ ലേഖനത്തിന്റെ 12:14 മുതൽ വചനം പറയുന്നുണ്ട്, എല്ലാവരോടും സമാധാനത്തെ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ, വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ കാണുവാൻ കഴിയുകയില്ല. ഹൃദയവിശുദ്ധി ഇല്ലാതെ ഒരിക്കലും കർത്താവിനെ. ചിലണ്ട് പള്ളി വരുന്ന കുർബാന ദിവ്യകാരണത്തിന്റെ ആരാധന മുമ്പിൽ നിന്നിട്ട് അവൻ കുറച്ചേ അവന് നടപ്പെടുമ്പോൾ എന്ത് പറ്റി, നമ്മൾക്ക് ഇവനെന്ത് പറ്റി, ഈശോ അവിടെ ഇരിപ്പുണ്ട്, അവന് കാണാൻ പറ്റുന്നില്ല. അവൻ വേറെ എന്തോ, അവന്റെ ഉള്ളിൽ ഒരു വലിയൊരു കരിങ്കല്ലിരിപ്പുണ്ട്, അവന്റെ ഉള്ളിലൊരു പാപ ഇരിപ്പുണ്ട്, ഒരു മ്ലേച്ഛത ഇരിപ്പുണ്ട്, ഒരു വക്രത ഇരിപ്പുണ്ട്, ദൈവവചനം ലംഘിച്ചുകൊണ്ടിരിപ്പുണ്ട്, അശുദ്ധി ഇരിപ്പുണ്ട്, മ്ലേച്ഛത ഇരിപ്പുണ്ട്, ചില വിഗ്രഹ പുരുഷന്മാര്, വിഗ്രഹ സ്ത്രീകൾ ഇരിപ്പുണ്ട്. അതിരിക്കുന്നുണ്ട് അവന് കർത്താവിനെ അനുഭവിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ, മനസാന്തരപ്പെടുക, വേറെ ഒരു വഴിയില്ല.
ദൈവകൃപ നമുക്ക് നേടിയെടുക്കാൻ. അതുകൊണ്ട് മാനസാന്തരത്തിന്റെ ആഴമേറിയ അനുഭവം ഉണ്ടാകാതെ വേറെ എന്തെല്ലാം നമ്മൾ ചെപ്പടി വിദ്യകൾ കാണിച്ചാലും ക്രിസ്തു അനുഭവം കിട്ടുകയില്ല. ഫിലിപ്പി ലേഖനത്തിന്റെ 2-ാം അധ്യായത്തില്, ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ വചനം നമുക്ക് ധ്യാനിക്കാം. 2-ാം അധ്യായത്തിന്റെ 12 മുതൽ വചനം വായിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എപ്പോഴും അനുസരണയോടെ വർത്തിച്ചിട്ടുള്ളതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല, ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും, സ്വന്തം രക്ഷ, ആത്മരക്ഷയ്ക്ക് വേണ്ടി, സ്വന്തം ആത്മാവ് രക്ഷയപ്പെടപ്പെടുന്ന പാപത്തിന്റെ മാലിന്യമേശാതെ ജീവിത വിശുദ്ധിയിൽ ജീവിക്കുന്നില്ലെങ്കിൽ ആത്മാവ് പോകുന്നത് ഈ നരകത്തിലേക്ക് തന്നെയാ മക്കളെ. അത് അനുദപിക്കണം.